അധികം മസാലകളൊന്നും ഇല്ലാതെ വെറും കുരുമുളക്, ഗരം മസാല അങ്ങനത്തെ വെച്ചിട്ട് ഒരു ബീഫ് സ്റ്റോ അല്ലെങ്കിൽ ബീഫ് കുറുമ അത് വെച്ചാലോ. കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് വേപ്പിനിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു സവാള, ഒരു പച്ചമുളക് ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും, ഗരം മസാല, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത് ഇതൊക്കെ ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു സവാളയും ഒരു തക്കാളിയാണ്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 8 വിസിൽ വെച്ചോളി. അപ്പോഴത്തേനും ബീഫ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ഉരുളങ്കിഴങ്ങ് എടുത്തിട്ടും ഒരു 10 കാഷ്യൂ, 10 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായി ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നേരെ ബീഫിനോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അതിലേക്ക് കട്ടിയുള്ള ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞ് നമ്മുടെ സാധനം റെഡി. പിന്നെ ഒന്ന് തൂമിച്ചെടുക്കണം. അതിനൊരു പാനിലോട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണയും കുറച്ച് ചെറുള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുരുമുളകും ഗരം മസാലയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നേരെ ബീഫ് കീക്കണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സാധനം റെഡിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. കിടിലൻ ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.